കയറി കയറി കയറി. രണ്ട് ക്യാമറയോട് മനസ്സിലായിണ്ടാവില്ല എന്തോടായിപ്പോന്ന്. ഹാപ്പി ബർത്ത്ഡേ. നമ്മുടെ കഴിഞ്ഞ വീഡിയോ അൺബോക്സിങ് വീഡിയോ ആയിരുന്നു. ഡെയിലി എന്ന ബ്രാൻഡിന്റെ 72 കളർ പെൻസിൽ നമ്മൾ അൺബോക്സ് ചെയ്തു. അത് ബാങ്കുടിയിൽ നിന്ന് അവർ നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് ഫ്രീ ആയിട്ട് അയച്ചു തന്ന കളർ പെൻസിലാണ്. അപ്പോൾ ആ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അടുത്ത പിക്ക് എന്ത് വരയ്ക്കണമെന്ന്. അപ്പോൾ ഒരുപാട് കമൻസ് വന്നു. അനിമൽസിനെ വരയ്ക്കാൻ പറഞ്ഞവരുണ്ടായിരുന്നു, നമ്മുടെ ലാൻഡ്സ്കേപ്പ് വരയ്ക്കാൻ പറഞ്ഞവരുണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ കമൻറ്റ് വന്നത് പോർട്രേറ്റ് വരയ്ക്കാനാണ്. എനിക്കറിയാം കളർ പെൻസിൽ ഉപയോഗിക്കുന്ന നിങ്ങൾക്ക് പോർട്രേറ്റ് വരയ്ക്കുന്നവരാണെങ്കിൽ സ്കിൻ ടോൺ എങ്ങനെ ഉണ്ടാക്കുമെന്ന് വളരെയധികം ഡൗട്ട് വരാറുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കളർ പെൻസിൽ ഉപയോഗിച്ച് സ്കിൻ ടോൺ എങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ വിനുവിൻ്റെ പിക്ചർ വെച്ചിട്ടാണ് ഞാൻ ഈ ട്യൂട്ടോറിയൽ തയ്യാറാക്കിയിരിക്കുന്നത്. ട്യൂട്ടോറിയലിൽ അവസാനം നമുക്ക് ഈ സംഭവം വിനുവിന് കൊണ്ടുകൊടുക്കാം, അവൻ്റെ എക്സൈറ്റ്മെൻറ്റ് കാണാം. അപ്പോൾ ആദ്യം ട്യൂട്ടോറിയൽ ഉണ്ട്, നമുക്ക് തിരിച്ചു വരാം. നമ്മുടെ മച്ചാൻ വിനുവിൻ്റെ ഫോട്ടോ ആണ് വരയ്ക്കാൻ പോകുന്നത്. ഇത് ഞാനെടുത്ത ഫോട്ടോ ആണ്. ഞങ്ങൾ ട്രിപ്പ് പോയപ്പോൾ വാൽപ്പാറയെന്ന് തോന്നുന്നു, വാൽപ്പാറ പോയപ്പോൾ എൻ്റെ ക്യാമ്പിൽ ഞാൻ എടുത്ത ഫോട്ടോയാണ്. ഞാനപ്പോൾ അത് മൊബൈലിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഫോട്ടോ നോക്കിയിട്ടാണ് പേപ്പറിലേക്ക് വരയ്ക്കുക. ആദ്യം ഒരു മെക്കാനിക്കൽ പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് സ്കെച്ച് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കളർ പെൻസിൽ വെച്ചിട്ട് പോർട്രേറ്റ് വരയ്ക്കാം. ഇപ്പോൾ സ്കിൻ ടോൺ എങ്ങനെയാണ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹെയറിൻ്റെ ടോണൊക്കെ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യാമെന്ന് പഠിപ്പിച്ചു തരാം. അപ്പോൾ നമുക്ക് ആദ്യം ഇവൻ്റെ ഫേസ് ഒന്ന് വരച്ചെടുക്കാം. ഞാനിതിൽ ഗ്രിഡൊന്നും ഇടുന്നില്ല, ഞാൻ ഫ്രീ ഹാൻഡായിട്ടാണ് വരയ്ക്കുന്നത്. ഒരുപാട് പേര് സംശയം ചോദിക്കാറുണ്ട്, ഗ്രിഡ് ഇട്ട് വരച്ച് കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാൻ പറ്റുമോ, അതോ ഗ്രിഡിൽ തന്നെ നമ്മൾ ഒതുങ്ങിപ്പോവോ? ഗ്രിഡ് ഇട്ട് വരയ്ക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം ഗ്രിഡിൽ തന്നെ ഒതുങ്ങിപ്പോവാതെ ശ്രദ്ധിക്കണം. ഫ്രീ ഹാൻഡാണ് എപ്പോഴും നല്ലത്. ഫ്രീ ഹാൻഡായിട്ട് ഒട്ടും വരയ്ക്കാൻ പറ്റാത്തവർക്കാണ് ഞാൻ ഗ്രിഡ് ഡ്രോയിങ് എന്നൊരു സംഭവം പരിചയപ്പെടുത്തി തന്നത്. അപ്പോൾ നിങ്ങൾ ഗ്രിഡ് ഇട്ട് വരയ്ക്കുന്നുണ്ടെങ്കിൽ പതിയെ പതിയെ ഗ്രിഡിൻ്റെ നമ്പർ കുറച്ചുകൊണ്ട് വരാം. അപ്പോൾ ലാസ്റ്റ് നിങ്ങൾക്ക് ഗ്രിഡ് ഇല്ലാതെ വരയ്ക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവരണം. എന്നാലാണ് നമ്മുടെ കഴിവൊക്കെ ഇമ്പ്രൂവ് ചെയ്യുള്ളൂ. നമ്മുടെ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതിൻ്റെ ഒരു പ്രാക്ടീസാണ് ഇതിൻ്റെ മെയിൻ സംഭവം. ഇത് നമുക്കിത് കളർ ചെയ്യാം. ഫസ്റ്റ് സ്കിൻ ടോണിൽ ഒരു ലൈറ്റർ കളർ വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം എൻ്റെ അടുത്തുള്ളത് ഈ ഒരു പീച്ച് കളറാണ്, വളരെ ലൈറ്റായിട്ടുള്ള പീച്ച് കളറ്. ഞാനിത് ഒരു ഷാർപ്പനർ വെച്ചിട്ട് ഷാർപ്പൻ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പേര് മെക്കാനിക്കൽ ഷാർപ്പനർ എന്നാണ്. അത് വെച്ചിട്ട് ഞാനിവിടെ ഷാർപ്പൻ ചെയ്യുന്നത്. ഇത് വെച്ച് നല്ലോണം നമ്മുടെ പെൻസിൽ ഷാർപ്പൻ ചെയ്ത് കിട്ടും. വളരെ ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്യാം. ഞാനിപ്പോൾ സിംഗിൾ കളറാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നെറ്റിയുടെ ഈ ഭാഗത്ത് ഒരു ലൈറ്റ് പീച്ച് കളറുണ്ട്. അതാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇത്രയും ഭാഗത്ത് ഞാൻ ഷെയ്ഡ് ചെയ്യാം. സാധാരണ കളർ പെൻസിൽ വെച്ച് ഷെയ്ഡ് ചെയ്യുന്ന ടെക്നിക്ക് ലെയർ ബൈ ലെയർ ആണ്. ഫസ്റ്റ് ലൈറ്റ് ഷെയ്ഡ് ചെയ്യുക, അതിൻ്റെ മുകളിൽ ഡാർക്ക്, അതിൻ്റെ മുകളിൽ മിഡിൽ ടോൺ, ഏറ്റവും ലാസ്റ്റ് ഡാർക്ക് ഷെയ്ഡ്. അങ്ങനെയാണ് പെൻസിൽ കളേഴ്സിൻ്റെ ഷെയ്ഡിങ് വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫേസിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ട് ഷെയ്ഡ് ചെയ്യാം. കണ്ടോ, അപ്പോൾ ഈ നെറ്റ് ഇങ്ങനെ ഉരുണ്ടല്ലേ ഇരിക്കുന്നത്. ഞാൻ അതിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ട് ഷെയ്ഡ് ചെയ്യാണ്. ഇതിനെ കോണ്ടൂർ ഹാച്ചിങ് എന്നാണ് പറയുക. നമ്മുടെ ഷെയ്ഡിങ് ടെക്നിക്സിൻ്റെ വീഡിയോയിൽ ഈ പറഞ്ഞ ഷെയ്ഡിങ് ടെക്നിക്കൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കോണ്ടൂർ ഹാച്ചിങ്, അതായത് ആ വസ്തുവിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോൺ ചെയ്യാം. അടുത്തത് ചെറിയൊരു യെല്ലോ ഷെയ്ഡ്, ബ്രൗൺ യെല്ലോ മിക്സ് പോലത്തെ ഒരു ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ ഈ കളർ പെൻസിലിൽ ഷെയ്ഡ്സിൻ്റെ പേരൊന്നുമില്ല, അപ്പോൾ നിങ്ങൾ കളർ കണ്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അവൻ്റെ ഈ ഒരു പോർഷനിൽ, ഡാർക്ക് പോർഷനിൽ ഷെയ്ഡ് വീഴുന്ന ഭാഗമുണ്ടോ, അവിടെ ഇത് ഈ ഒരു പോർഷനിൽ ഈ ഒരു യെല്ലോയിഷ് ബ്രൗണിഷ് കളറുണ്ട്. അപ്പോൾ അതാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. അതും വളരെ ലൈറ്റായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇങ്ങോട്ട് കയറുമ്പോൾ അതൊരു റെഡിഷ് ടോണായിട്ട് മാറുന്നുണ്ട്, റെഡിഷ് ഓറഞ്ചിഷ് ടോണായിട്ട് മാറുന്നുണ്ട്. ഞാനൊരു സിമിലർ കളർ എടുക്കുകയാണ്. ഇവൻ്റെ ഫേസിൻ്റെ മൊത്തത്തിലുള്ള ടോൺ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പിങ്ക്, റെഡ്, ബ്രൗൺ അങ്ങനെയുള്ള കോമ്പിനേഷനാണ് കാണുക. അപ്പോൾ അത്തരത്തിലുള്ള പെൻസിൽസ് കൂടുതൽ ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് സ്കിൻ ടോൺ, അതായത് ആ ആളുടെ സ്കിന്നിൻ്റെ സ്വഭാവത്തിനനുസരിച്ചുള്ള ടോൺ കൃത്യമായിട്ട് കിട്ടും. ഇനി നമുക്ക് ഈ ഒരു പോർഷനിലത്തെ ഡാർക്ക് ഷെയ്ഡ് ചെയ്യാം. ഇതൊരു ബ്രൗൺ വെച്ചിട്ട് നമുക്ക് ചെയ്യാം.
നേരത്തെ ചെയ്ത ഷെയ്ഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വളരെ ലൈറ്റായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ ആ 2 ഷെയ്ഡും എല്ലാം ബ്ലെൻഡ് ചെയ്ത് കിട്ടും. ഇനി ഈ ഒരു പോർഷനിൽ കുറച്ച് ഡാർക്ക്നെസ് കൂടുതലുണ്ട്. അവിടെയൊക്കെ 2-3 മൾട്ടിപ്പിൾ ലെയേഴ്സ് അപ്ലൈ ചെയ്താൽ ഡാർക്കായിട്ട് കിട്ടും. ഒറ്റയടിക്ക് ഡാർക്ക് കയറി അപ്ലൈ ചെയ്യരുത്. അതാണ് നിങ്ങളുടെ പെയിൻറ്റിങ്ങിന് പ്രശ്നം വരിക. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഷെയ്ഡിങ്ങിൻ്റെ ടോണും കാര്യങ്ങളൊക്കെ. അപ്പോൾ ലെയർ ബൈ ലെയർ ആയിട്ട് ഡാർക്കായി കൊണ്ടുവരിക. പിന്നെ ഷേപ്പ് നോക്കുക. ഇതിങ്ങനെ ഒരു ഷേപ്പിലാണ് അവിടുത്തെ ഷെയ്ഡ് വരുന്നത്. ആ ഷേപ്പിൽ തന്നെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലൈറ്റ് ആൻഡ് ഷാഡോ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഈ ഒരു ഷെയ്ഡിങ് ചെയ്യാനായിട്ട്. നിങ്ങൾ എത്ര സമയം വേണമെങ്കിലും എടുക്കാം. ആ പിക്ചറിനെ കുറിച്ച് മാക്സിമം പഠിക്കുക, മനസ്സിലാക്കുക, എവിടെയൊക്കെ ലൈറ്റ് ആൻഡ് ഷാഡോ വരുന്നുണ്ട് മനസ്സിലാക്കുക, ആ ഷാഡോൻ്റെ ഷേപ്പ് മനസ്സിലാക്കുക, അതിൻ്റെ ടോൺ മനസ്സിലാക്കുക, അതിൻ്റെ കളർ മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ധൈര്യമായിട്ട് ഷെയ്ഡിങ് ചെയ്യാം. ഓക്കെ, ഇത്രയും പോർഷൻ കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ ഈ ഒരു ടോൺ നമുക്ക് യെല്ലോയിഷ് ആക്കണമെങ്കിൽ ഒരു യെല്ലോ പെൻസിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ആ ഒരു ടോൺ കുറച്ച് യെല്ലോയിഷ് ആവും. ഇതിനെ ഗ്ലേസിംഗ് എന്നാണ് പറയുക. ഒരു ട്രാൻസ്പെറൻറ്റ് ലെയർ അപ്ലൈ ചെയ്യണ പോലെ വളരെ ലൈറ്റായിട്ട് നമ്മുടെ ഒരു പെൻസിൽ വെച്ചിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഫേസിൻ്റെ ടോൺ മാറി. നേരത്തെ റെഡിഷ് ടോണിൽ നിന്ന് ഒരു യെല്ലോയിഷ് ടോണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കളേഴ്സ് നിങ്ങൾ വളരെ ലൈറ്റായിട്ട് ലെയർ ബൈ ലെയർ ആയിട്ട് ഉപയോഗിച്ചാൽ കൺട്രോൾ ചെയ്തിട്ട് ഓരോ ഭാഗങ്ങളും സ്കിൻ ടോൺ അനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ടെക്നിക്ക് ഇത്രയേ ഉള്ളൂ. ഒരു പോർഷൻ എടുക്കുക, അവിടുത്തെ സ്കിൻ ടോൺ ഏതാണെന്ന് മനസ്സിലാക്കുക, ലൈറ്റിൻ്റെ ഷെയ്ഡ് ഏതാണെന്ന് മനസ്സിലാക്കുക, ഹൈലൈറ്റ് ആണോ ലൈറ്റ് ഷെയ്ഡാണോ മിഡിലാണോ ഡാർക്ക് ഷെയ്ഡാണോ നോക്കുക, അതിനനുസരിച്ചുള്ള പെൻസിൽ ചൂസ് ചെയ്യുക, പെൻസിലിൻ്റെ കളർ ശ്രദ്ധിക്കുക, ഷെയ്ഡിൻ്റെ ഷേപ്പ് ശ്രദ്ധിക്കുക, അതിനനുസരിച്ചിട്ട് ഷെയ്ഡ് ചെയ്യുക. അത്രയും സിമ്പിളാണ് കാര്യം. പക്ഷേ ഇത് വീണ്ടും വീണ്ടും ചെയ്ത് കഴിഞ്ഞിട്ട് പടം അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴാണ് അടിപൊളിയാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ക്ഷമയോടുകൂടി പതുക്കെ ഓരോ പോർഷൻ എടുത്ത് ഷെയ്ഡ് ചെയ്യുക. ഇനിയിപ്പോൾ ഞാൻ ഈ പടം സിമ്പിളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കാണിച്ചു തരാം. രണ്ട് ക്യാമറ മനസ്സിലായിണ്ടാവില്ല എന്തോ ടൈപ്പാന്ന്. ഹാപ്പി ബർത്ത്ഡേ. ആക്ച്വലി ഞാൻ ഇന്നലെ എൻ്റെ കാറൊക്കെ ചേസ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞാനിത് വരയ്ക്കാനായിട്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങി നേരത്തെ. ഇഷ്ടായോ? പിന്നെ അടിപൊളി. ആക്ച്വലി ഞാൻ ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങി ഈ സംഭവം വരയ്ക്കാനായിട്ട്. ഈ ചെക്കൻ എൻ്റെ കാറ് ചേസ് ചെയ്ത് എൻ്റെ ആർട്ട് സ്കൂളിലേക്ക് വന്നിട്ടുണ്ട്. ഈ ചെക്കനെ പറഞ്ഞു വിടാൻ വിട്ട പാട് ഇന്നലെ രാത്രി നിന്ന് വരച്ചത്. ഇനി നമുക്ക് അനൗൺസ് ചെയ്യാനുള്ള കാര്യം, ഇപ്പോൾ ഇത് നമ്മുടെ പെൻസിൽ വെച്ചിട്ട് വരച്ചതാണ്. അപ്പോൾ ആ പെൻസിൽ നമ്മൾ ഗിവ് ആയിട്ട് കൊടുക്കാൻ പോവാണ്. അതിനൊരു കോമ്പറ്റീഷൻ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കടാ. കോമ്പറ്റീഷൻ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റൂൾസ് ഞാൻ പറയാം. ഇതൊരു ഗ്രാഫൈറ്റ് പെൻസിൽ അല്ലെങ്കിൽ കളർ പെൻസിൽ ഡ്രോയിങ് കോമ്പറ്റീഷൻ ആണ്. നിങ്ങളൊരു പിക്ചറാണ് വരയ്ക്കേണ്ടത്. വരയ്ക്കേണ്ട പിക്ചർ ഞാൻ എൻ്റെ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ആ ലിങ്കിൽ കയറിയ ആ പിക്ചർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. പിക്ചർ ഡൗൺലോഡ് ചെയ്തിട്ട് വരയ്ക്കുക. എന്നിട്ട് അത് ഫോട്ടോ എടുത്തിട്ട് എനിക്ക് മെയിൽ വഴി സെൻഡ് ചെയ്ത് തരിക. എൻ്റെ ഇമെയിൽ ID താഴെ കൊടുത്തിട്ടുണ്ട്. ആർട്ടിസ്റ്റ് സച്ചിൻ സ്കൂൾ ഓഫ് ആർട്സ് @gmail.com. എൻ്റെ ആർട്ട് സ്കൂളിലെ പേരിലുള്ള മെയിൽ ID ആണ്. ഇതിലേക്ക് മെയിൽ അയക്കുക. മെയിൽ അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സബ്ജക്റ്റ് ഫോർ ഗിവ് അവേ ആർട്ട് കോമ്പറ്റീഷൻ എന്ന് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് നിങ്ങളുടെ ഫുൾ നെയിം, നിങ്ങളുടെ അഡ്രസ്സ്, നിങ്ങളുടെ ഫോൺ നമ്പർ, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ
ID അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെ ID, ഇത്രയും സാധനങ്ങൾ കൊടുക്കുക. പിന്നെ ഈ വീഡിയോയുടെ താഴെ ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്യണം, നിങ്ങളൊരു കമൻറ്റ് ചെയ്യണം. അതെന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റ് നിങ്ങളുടെ ഡ്രോയിങ്ങിൽ അല്ലെങ്കിൽ പെയിൻറ്റിങ്ങിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ കുറിച്ച് എഴുതിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം നിങ്ങളുടെ ഗുരുക്കന്മാർ, നിങ്ങളെ ഹെൽപ്പ് ചെയ്തവരൊക്കെ നിങ്ങൾക്ക് ഓർമ്മിക്കാനൊരു അവസരം കൂടിയാണ്. അതും കൂടി ചെയ്യാം. ഇത്രയും സ്റ്റെപ്സാണ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമയം ഈ ജൂൺ 30 വരെ സമയമുണ്ട് എൻട്രീസ് അയക്കാനായിട്ട്. ജൂൺ 30 എൻട്രീസ് അയക്കേണ്ട ഡേറ്റ് ക്ലോസ് ചെയ്യും. അത് കഴിഞ്ഞാൽ ഞാൻ എല്ലാ എൻട്രീസ് എടുത്തിട്ട് ടോപ്പ് 10 സെലക്ട് ചെയ്യും. എന്നിട്ട് തൊട്ടടുത്ത വീഡിയോയിൽ ഈ 10 ഡ്രോയിങ്സ് ഞാൻ അടുത്ത വീഡിയോയിൽ ഡിസ്പ്ലേ ചെയ്യിക്കാം. ആ ടോപ്പ് 10 എൻട്രീസിൽ നിന്ന് നിങ്ങൾ വ്യൂവേഴ്സ് യൂസ് ചെയ്യുന്ന അടിപൊളിയായിട്ട് വരച്ചിട്ടുള്ള ഒരു ചിത്രത്തിനാണ് പ്രൈസ് കിട്ടുക. അപ്പോൾ ഈ ടോപ്പ് 10ലേക്ക് സെലക്ട് ആയ 10 പേരുടെ ഇൻസ്റ്റ ഐഡിയും ഫേസ്ബുക്കിൻ്റെ ലിങ്കും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലിടും. അപ്പോൾ നിങ്ങൾക്ക് അതൊരു യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. പിന്നെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പ്രൈസ് ഡെയിലി എന്ന ബ്രാൻഡിൻ്റെ 3500 രൂപ വിലയുള്ള 72 കളർ പെൻസിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും വരയ്ക്കുന്നവരുണ്ടെങ്കിൽ, നിങ്ങളുടെ റിലേറ്റീവ്സ് ആവാം, ഫ്രണ്ട്സ് ആവാം, ആരാണെങ്കിലും ഈ വീഡിയോ നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം ഷെയർ ചെയ്യുക. ഇതൊരു ചെറിയൊരു കോമ്പറ്റീഷൻ, നമ്മുടെ ആർട്ട് ചാനലിൽ നമ്മുടെ സ്വന്തം ആർട്ട് ലവേഴ്സ് ചെയ്യുന്ന ആദ്യത്തെ ഒരു കോമ്പറ്റീഷനാണ്. മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ജൂൺ 30 വരെ സമയമുണ്ട്. പിക്ചർ ഡൗൺലോഡ് ചെയ്ത് എല്ലാവരും വരയ്ക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. പറഞ്ഞു എന്താ പറയണ്ടേ? വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ. ഇത്ര പെട്ടെന്ന് അപ്പോൾ ഹായ് എല്ലാവരും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, ഒപ്പം ബണ്ടിനെ സപ്പോർട്ട് ചെയ്യാം. നമ്മുടെ ചങ്കാണ്. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.